വാസുദേവ, അവനിവിടെ വരാൻ ഞാനാണ് കാരണം നോക്കുമ്പോ എന്തെങ്കിലും ഒന്ന് ആലോചിക്കണ്ടേ? എന്താലോചിക്കാനാ? ജീവൻ തിരിച്ചു കിട്ടട്ടെ ആദ്യം, എന്നിട്ട് മതി ആലോചനകളൊക്കെ. നമുക്ക് എങ്ങനെയെങ്കിലും അവനെ ആശുപത്രിയിൽ എത്തിക്കാൻ നോക്കാം വാസുണ്ണ. എങ്ങനെയാടാ, എങ്ങനെയാ അങ്ങനെ കിടക്കുന്ന ഒരുത്തിനും കൊണ്ട് രണ്ട് ചൂട് വെക്കുന്നത്? അവന്റെ അമ്മയെ അറിയിക്കണ്ടേ? എന്തെങ്കിലും ഒന്ന് പറയാനോട്. ജീവൻ തിരിച്ചു പിടിക്കാൻ രക്തമല്ലി കൂട്ടെടുക്കണം. അതിന് 4 മരുന്നുമുറകൾ ഇനിയും കഴിയണം. അത് കഴിയാൻ അർദ്ധരാത്രിയെങ്കിലും ആകും. അതുവരെ വെളുപ്പാങ്കാലാവുമ്പോ പറയാം. സോമാജി വൈദ്യരും സ്വപ്നഭൂമിയിലെ മരുന്നുകളും ഒരവസാന ശ്രമം നടത്തുകയാണ്. ഒന്നും പറയാനായിട്ടില്ല. ഇവിടെ ഒരു ജീവിതം നിലനിർത്താൻ വേണ്ടി സ്വന്തം ജീവൻ മറന്ന് കളിച്ചവനാണ് അവൻ. ആ നാടിവെടിപ്പ് നിലയ്ക്കാൻ പാടില്ല. എല്ലാം മറന്ന് ഊണുറക്കവും ഉപേക്ഷിച്ച് സ്വപ്നഭൂമിയിലെ എല്ലാ മനസ്സുകളും സുന്ദരകില്ലാടിക്ക് വേണ്ടി നൊന്ത് പ്രാർത്ഥിക്കണം. ദേവി അനുഗ്രഹിച്ചില്ല, അതുകൊണ്ടല്ലേ. മരണത്തിന്റെ വായിൽ നിന്ന് ആ കൊച്ചനെ തിരിച്ചിങ്ങെടുത്തു. ഇനി 150 നാഴിക കഴിയുമ്പോൾ പൂർണ്ണ ആരോഗ്യത്തോടെ പൂർവാധികം തേജസ്സോടെ ഒരു പോറൽ പോലും ഇല്ലാതെ അവൻ തിരിച്ചു വരും. ഒക്കെ ഇവിടുത്തെ പരമ്പരാഗത ഔഷധങ്ങളുടെ സിദ്ധിയാണ്. പിന്നെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും. ഞങ്ങളൊന്ന് കണ്ടോട്ടെ. ആയിക്കോളൂ. ഓ, ഇനി അവിടെ ഒരാളുടെ ജോലിയേ ഉള്ളൂ, ദേവയാനിയുടെ. ശല്യാകണ്ട. ചാക്കാലയുടെ വായിൽ വരെ പോയിന്നാ പറയണത്. പക്ഷെ ഞാനൊന്നും അറിഞ്ഞില്ല. ആണൊരുത്തിന് ആദ്യമായി തൊട്ട പെണ്ണിനെ പോലെയാ ഈ മണ്ണും. കൈ തട്ടി മാറ്റി, അത്രേ സംഭവിച്ചുള്ളൂ. നിനക്ക് ഇപ്പോഴും തമാശ. ഓരോ മാത്രയിൽ ചത്തുകൊണ്ടിരുന്നത് ഞങ്ങളാ. ഞാൻ എപ്പോഴും പറയാറില്ലേ വാസുണ്ണ, എന്നെ സഹായിക്കാൻ പരലോകത്തൊരു ശക്തി ഉണ്ടെന്ന്. എൻ്റെ അച്ഛൻ. ഇപ്പോ ഇവിടെ ഇഹലോകത്തൊരു ശക്തിയുണ്ട്. ആ വാസുണ്ണ, ഓ, വേറെ ആർക്കൊന്നും പറ്റിയില്ലല്ലോ. മണ്ണ് തൊട്ടതിന്റെ ദേഷ്യം സ്വപ്നഭൂമി നിന്നോടാ തീർത്തത്. വേറെ ആർക്കൊരു പോറല് പോലും പറ്റിയിട്ടില്ല. അതാ അതിശയം. ആ പാറ മുഴുവൻ പൊട്ടി മാറിയോ? അത് മൂടോടങ്ങ് പിഴുത് മാറിയിരുന്നടാ. ഒരു 10-70 കുട്ട പാറച്ചില് മാറ്റിയാ മതി, പിന്നെയും മണ്ണ. നീ ഇവിടുന്ന് എഴുന്നേറ്റ് വരുമ്പോഴേക്ക് ഞങ്ങൾ അതൊക്കെ ക്ലീൻ ആക്കിയിട്ടേക്കാം.
ഈ സ്വപ്നഭൂമി അതിൻ്റെ മാറ് ചുരുത്തുന്നത് കണ്ടിട്ടേ നിന്നെ ഇവിടുന്ന് വിടൂ എന്ന് വാശി പിടിച്ചവനാണ് ഞാൻ. ഞങ്ങളെല്ലാവരും കൂടെ നിന്നോട് തെറ്റ് ചെയ്യുകയായിരുന്നു എന്നെനിക്കിപ്പോൾ ബോധ്യമായി. അതുകൊണ്ട് ഈ കാലിൽ തൊട്ട് ഞാനൊന്ന് മാപ്പ് പറഞ്ഞോട്ടെ. അയ്യോ, ആരോഗ്യമൊക്കെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞ് പണിമതിയാക്കി പോകുന്നു എന്ന് പറഞ്ഞ് നീ ഇറങ്ങിയാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും. നിന്റെ അമ്മയുടെ മനസ്സൊന്ന് നൊന്താൽ ഈ സ്വപ്നഭൂമിയിലെ പൂർവികർക്ക് പോലും പുണ്യനഷ്ടമായി പോകും. അതുകൊണ്ട് കില്ലാടി പൊക്കോളൂ. ഇവിടെ ഒരു വലിയ മാറ്റത്തിന് കൊതിച്ച ഈ ഗണനാഥൻ സന്തോഷത്തോടെ തോൽക്കുകയാണ്. പിന്മാറുകയാണ്. ഗണനാഥൻ പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ പോണോന്ന്. പോണോ? പോണം. പോയേ തീരൂ. ഇനിയും ഒരു അപകടം ഉണ്ടായി ഞാൻ മരിച്ചു പോകുന്നുള്ള പേടി കൊണ്ടാണേൽ ഞാൻ പോവില്ല. അതല്ല, ഞാൻ നിന്ന ദേവയാനിക്ക് ഇവിടുത്തെ ആചാരങ്ങളൊക്കെ തെറ്റിക്കേണ്ടി വരുമെന്നാണെങ്കിൽ ഞാൻ പോയേക്കാം. ഒരിക്കലും ഇവിടുത്തെ ആചാരങ്ങളൊന്നും ഞാൻ തെറ്റിക്കില്ല. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ പോവില്ല, തീർച്ച. അതൊക്കെ പിന്നെ ആലോചിക്കാം. ഇപ്പൊ കിടന്നുറങ്ങിക്കോളൂ. മരുന്നുകളുടെ കൂട്ടുകാരി ഉറക്കം. ഉറങ്ങിക്കോളൂ. ലേശം ശാസിച്ചെന്നെ പറയുന്നതെന്ന് കരുതിക്കോ. ഉറങ്ങ ഉറങ്ങ. അയ്യോ, അങ്ങനെയല്ല, ശരിക്കും ഊന്നി നടക്കണം. ഓ, എന്തൊന്നേ പറയണേ? ഞാൻ നോക്കിയേ, ഈ കാലിന് കുഴപ്പമില്ല, എന്റെ ഈ കാലിന് കുഴപ്പമില്ല, കണ്ട ചാടുമ്പോ ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഞൊണ്ടമാരെ പോലെ രാവിലെ തുടങ്ങി മുടഞ്ഞു മുടഞ്ഞിങ്ങനെ നടത്തിക്കാം. അല്ല, ദേവയാനിക്ക് ഒരു നാണോ ഇല്ല ഈ അപരിഷ്കൃതമായ ചികിത്സക്ക് കൂട്ടി നിൽക്കാൻ? അപരിഷ്കൃതമായ ബോംബിൽ നിന്നും ജീവനിങ്ങി പിടിച്ചു തന്നത് ഞങ്ങളുടെ വൈദ്യമാ. അത് മറക്കണ്ട. നേരെ പിടി. ഈ 7 ദിവസം കൊണ്ട് ഞാൻ ഇത്രയും ഭേദമായതിന്റെ രഹസ്യം വേറെയാ. എന്താ? എന്റെ ഡോക്ടർ ദേവയാനി ആയതുകൊണ്ടും ദേവയാനിക്ക് എന്നെ ഇഷ്ടമാണെന്ന് പരിപൂർണ വിശ്വാസമുള്ളത് കൊണ്ടും എന്റെ മനസ്സം കീഴ്പ്പെട്ട് വരികയായിരുന്നു പെട്ടെന്ന് ഭേദമാകാൻ. ശരിയല്ലേ? അല്ല. എന്നുവെച്ചാ ദേവയാനിക്ക് എന്നെ ഇഷ്ടമല്ലെന്നർത്ഥം? ഇല്ലാന്ന് ഞാൻ പറയില്ല, ഇഷ്ടമാ. പക്ഷെ അത് കില്ലാടിക്കുട്ടി കരുതുന്ന പോലുള്ള ഇഷ്ടമൊന്നുമല്ല. ഈ മുഖത്ത് നോക്കി പറയാമോ ദേവയാനിക്ക് ഈ കില്ലാടിക്കുട്ടിയോട് ഒന്നുമില്ലാന്ന്? മുഖത്ത് നോക്കി, കണ്ണി നോക്കി, ഈ ആകാശത്ത് നോക്കി പറയാലോ എനിക്കൊന്നുമില്ലാന്ന്. വെറുതെ കളി എടുക്കല്ലേ എന്റെ ദേവയാനിക്കുട്ടി. ഉറങ്ങുമ്പോഴും എനിക്ക് പൂച്ചയുടെ കണ്ണുകളാ, കടവാതിലിന്റെ ചെവികളാ. കഴിഞ്ഞ രാത്രികളില് ഞാൻ ഉറങ്ങിക്കിടക്കുകയാണെന്ന് കരുതി എന്റെ കട്ടിലിൽ വന്നിരുന്നതും പിന്നെ എന്നെ കെട്ടിപ്പിടിച്ചതും എന്റെ നെഞ്ചിൽ മുഖം ചേർത്ത് തലോടിയതും ഒക്കെ ഞാൻ അറിഞ്ഞില്ലെന്ന വിചാരം? തെറ്റിദ്ധരിച്ചിരിക്കുമെന്ന് എനിക്കും തോന്നി. രോഗിയുടെ നാഡികളുടെ തളർച്ച മാറ്റാൻ 6 രാത്രികളിൽ വിധിപ്രകാരം ചെയ്യേണ്ട ഉഴിച്ചല് പോലുള്ളൊരു ക്രിയ അത്. ആണിന് പെണ്ണും പെണ്ണിന് ആണുമാണ് ചെയ്യേണ്ടത്. മനസ്സ് പതറാതെ മറിച്ചൊന്നും നനയ്ക്കാതെ ചെയ്യണം. വാ. അപ്പോ ദേവയാനിക്ക് എന്നോട് ഒന്നുമില്ല? ഇല്ല. ശരി, ഞാൻ കാണിച്ചുതരാം. എന്നാ കാണിച്ചുതരാം. നിക്ക്. എന്തായി കാണിക്കുന്നേ? നിക്ക്. നിക്കുന്നേ. അയാളെന്താ ഇങ്ങനെ ദേഷ്യം പിടിച്ചു പോകുന്നത്? ഒന്നുമില്ല, ഞാൻ ചെല്ലട്ടെ. നിക്കേ, ഈയിടെയായിട്ട് എന്നോടൊന്ന് വർത്താനം പറയാൻ പോലും നിന്ന് വരാറില്ലല്ലോ. ഞാൻ പോട്ടെ. നിന്റെയും മരുത്താറിന് ക്ഷമ നശിക്കാറായിട്ടുള്ളൂ കേട്ടോ. എത്രയും പെട്ടെന്ന് ആ ചികിത്സ കഴിക്കണം. പിന്നെ നമ്മുടെ ചികിത്സാ രീതികളെ കുറിച്ച് അയാളോട് വിശദമായിട്ടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അല്ലെങ്കിൽ അയാൾ വെറുതെ തെറ്റിദ്ധരിക്കും. ഞാൻ പോട്ടെ പൂവനണ്ണ. ഇവിടെ പോവാ. അല്ല, ആരാ ഇത്? വരൂ. നടക്കാറൊക്കെ ആയി നിറഞ്ഞു. ഇരിക്കൂ. കുറച്ചു ദിവസമായി ഉള്ളിൽ കിടന്ന് വല്ലാതെ വീർപ്പ് മുട്ടുന്ന ഒരു കാര്യം പറയാനാ ഞാനിപ്പോ വന്നത്. അന്ന് കണ്ടപ്പോ എന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞില്ലേ, ഒക്കെ ഭേദമായ പിന്നെ ഇവിടെ നിൽക്കണ്ട, കിണർ പണി നിർത്തി പൊക്കോളാൻ. അതേ സ്നേഹം കൊണ്ട് തന്നെ ആ പറഞ്ഞത് തിരിച്ചെടുക്കണം. എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടായാലും ആ കിണർ എനിക്ക് കുഴിക്കണം. വെള്ളം കണ്ടില്ലെങ്കിൽ ആ മണ്ണിൽ കിടന്ന് മരിക്കുന്നവരെ കുഴിക്കണം. ഒക്കെ
ഒരു നിയോഗം പോലെ തോന്നുന്നു. അന്ന് പോകാൻ പറഞ്ഞെങ്കിലും ഇങ്ങനെ അനുമതി ചോദിച്ചു വരുമെന്ന് എനിക്കറിയാമായിരുന്നു. നന്ദി പറയേണ്ടത് ഞാനാണ്. തുടങ്ങിക്കോളൂ. ദേവു ഇയാളെ ഇങ്ങനെ കറങ്ങാൻ വിട്ടിരിക്കുക. എളുപ്പം നടന്നെങ്കിൽ പോന്നു. എത്ര ദിവസം കൂടിയാണ് ചികിത്സ? 5 ദിവസം. രക്തമല്ലിക്കൂട്ട് ഫലവത്തായതിന്റെ ഒരു ആഘോഷമുണ്ട്. ചികിത്സ തീരും മുമ്പ് അത് നടത്തണം. പൊക്കോളൂ. ആ വടി ഊന്നിപ്പിടിക്ക്. ഇല്ല. ഊന്നിപ്പിടിക്കാനാ പറഞ്ഞത്. ഇല്ലെന്ന് പറഞ്ഞില്ലേ? എനിക്കിപ്പോ യാതൊരു അസുഖമൊന്നുമില്ല. വേണേൽ ഈ ഭൂമി എടുത്ത് എന്റെ തോളത്ത് വെച്ച് ആ സൂര്യന് ചുറ്റും 7 വട്ടം ഓടിയിട്ട് വരാനുള്ള ശക്തി ഇപ്പൊ എനിക്കുണ്ട്. കിണനാഥനെ കണ്ട അനുവാദമൊക്കെ വാങ്ങിയിട്ടാ വരുന്നത്. കിണർ കുത്തി ഒരു കുടം വെള്ളം ഈ പെണ്ണിന്റെ തലയിൽ എടുത്തു വെച്ചതെന്ന് ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകും. അതെന്റെ വാശിയാ. അതിനിപ്പോ നിങ്ങളുടെ വൈദ്യ ശുശ്രൂഷ ഒന്നും എനിക്ക് ആവശ്യമില്ല. വേഗം നിങ്ങളുടെ വാടി, ഞാൻ പോണു. നിക്കാൻ അവിടെ നിക്കാനാ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അത്രയ്ക്ക് ദണ്ണായി പോയെങ്കില് പിൻവലിച്ചു. ആ വടിയില്ലാതെ ഇപ്പൊ നടക്കരുത്. കിതപ്പുണ്ടാവും. ചിലപ്പോ അസ്ഥിക്ക് പൊട്ടലും ഉണ്ടാവും. ദേ ഇത് പിടിക്ക്. എന്തെങ്കിലും അബദ്ധം പറ്റിയ എന്റെ കുറ്റം കൊണ്ടാണെന്ന് എല്ലാരും പറയൂ. പിടിക്കാം. പക്ഷേ താനിപ്പോ ഒരു കാര്യം എന്നോട് തുറന്ന് സമ്മതിക്കണം. എന്താ? തനിക്കും എനിക്കും അറിയാവുന്ന കാര്യം തന്നെയാ. അത് താൻ പറയുന്ന എനിക്കൊന്ന് കേൾക്കണം. തനിക്ക് എന്നെ ഇഷ്ടമാണെന്ന്. ഇവിടുത്തെ ചട്ടങ്ങളെ നിയമങ്ങളെയൊക്കെ ഭയന്ന താനിത് തുറന്ന് പറയാത്തതെന്ന് ഇത്രയെങ്കിലും എന്നോടൊന്ന് പറഞ്ഞേ. കില്ലാടിക്കുട്ടി വടിയൊന്ന് പിടിക്ക്. ഇത്രയും നേരം വടിയില്ലാതെ നടന്നല്ലേ, കിതപ്പുണ്ടാവും. ഇടത് കൈ എന്റെ തോളിലിട്ടോ. ഇനി ഞാനൊരു കാര്യം പറയാം, കേൾക്കണം. കേട്ടിട്ട് എന്നെ ഒന്ന് സഹായിക്കണം. ഇവിടുത്തുകാരുടെ ഓർമ്മയില് 2 പ്രാവശ്യമേ രക്തമല്ലിക്കൂട്ട് ഉപയോഗിക്കേണ്ടി വന്നിട്ടുള്ളൂ. ഒന്ന് കില്ലാടിക്കുട്ടിയെ രക്ഷിക്കാൻ, പിന്നൊന്ന് എന്നെ രക്ഷിക്കാൻ. ചോരക്കുഞ്ഞായിരിക്കുമ്പോ ചത്തുപോയിന്ന് കരുതി ആരും എന്നെ സൈരന്ധ്രയുടെ തീരത്ത് ഉപേക്ഷിച്ചതാ. വെള്ളം കോരാമെന്ന പെണ്ണുങ്ങളാ കോരിയെടുത്ത് ഇവിടെ കൊണ്ടുവന്നത്. എനിക്കൊരു പുതിയ ജീവിതം തന്നു. എന്നെ സോമാജി വൈദ്യരുടെ വളർത്തുമകളാക്കി, സ്വപ്നഭൂമിയിലെ റാണിയാക്കി, ദേവിയാക്കി. അമൂല്യ ഔഷധങ്ങളുടെ കലവറ രഹസ്യങ്ങൾ എനിക്ക് മനപ്പാടാക്കി തന്നു. അങ്ങനെയുള്ളവരെ ഞാൻ എങ്ങനെ ചതിക്കുക? ഇല്ല, ജീവൻ കളയേണ്ടി വന്നാലും ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. കില്ലാടിക്കുട്ടി ഒന്നും മനസ്സിൽ കരുതി വെക്കരുത്. എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കുകയും ചെയ്യരുത്. എന്റെ യാചനയാ. വല്ലപ്പോഴും മരുന്ന് ഭാണ്ഡങ്ങളുമായി വേദപുരത്തെത്തിയ തമ്മിൽ കണ്ടാൽ ഇത്തിരി നേരം വർത്താനം പറയണം. ആ ഒരു മോഹമേ ഉള്ളൂ എനിക്ക്. അത് മാത്രം. ഞാൻ പറഞ്ഞത് കേട്ടോ? കേട്ടു. ഇഷ്ടവും ബഹുമാനവും വളരെ കൂടിപ്പോയെങ്കിലും ഞാൻ പിന്മാറുകയാണ്. ശരീരം കൊണ്ട്. മനസ്സ് അതെനിക്ക് പറയാൻ പറ്റില്ല. ദേവയാനിയുടെ ചിന്തകളില് ഇനി ഞാൻ ഒരിക്കലും ഒരു ശല്യമായിട്ട് വരില്ല. സത്യം. പറ, ഇനി പറ, എന്താ എവിടെയുടെ കുട്ടൻസ്? വരൂ. കായകൽപ്പ ദണ്ടെന്നാ പറയണത്. ശരീരകോശങ്ങളെ മൊത്തം പുതുക്കി പണിയുന്ന മരുന്ന്. അത് മുഴുവൻ 67 ഔഷധക്കൂട്ടും 28 ഔഷധ മരങ്ങളുടെ കാതലും ചേർത്തുണ്ടാക്കിയതാ. ഈ കറുത്ത് കാണുന്നില്ലേ, ഇത് മുഴുവൻ പലതരം കാന്തങ്ങളാ. ഇത് 2 മാസം പിടിച്ച് നടന്നു നോക്ക്. അത് കഴിഞ്ഞ സൂര്യന് ചുറ്റും ഭൂമിയെയും ചുമന്നുകൊണ്ട് എത്ര നേരമാ? എവിടം വരെയൊക്കെ ആയി വാസണ്ണ? കംപ്ലീറ്റ് പാറ ക്ലീനായി. പിന്നെ പൊട്ടി അറിയാനും കെട്ടി കൈക്കോല് കപ്പി ഉറപ്പിച്ചു. മണ്ണിൽ മാത്രം തൊട്ടില്ല. അത് കില്ലാടിയെ ചെയ്യാവുള്ളെന്ന് ഗണനാഥൻ പറഞ്ഞു. ഇനി നീ വരുന്നവരെ കാത്തിരിക്കുക. അതാ ഞങ്ങളുടെ ജോലി. 4 ദിവസം കൂടി കഴിഞ്ഞ ഫുൾ കണ്ടീഷനോട് കൂടി പണിക്ക് പോകാന്ന ഈ വൈദ്യരാണി പറയണത്. മതി,
ട്രീറ്റ്മെന്റിന്റെ ലാസ്റ്റ് കട്ട വേണ്ടി വിട്ടാൽ മതി. ഒന്ന് നോക്കണ പ്രതിഭേ, ഒരാഴ്ച മുമ്പ് നമ്മൾ കണ്ട പ്രേമനയുടെ ഈ പ്രേമനയുടെ വേണ്ട, ദൃഷ്ടിദോഷം വരുത്തണ്ട, ഞങ്ങൾ പോയേക്കാം. അപ്പൊ ശരി വാസണ്ണ. അവന് വേണ്ടി പറഞ്ഞു ജയിപ്പിച്ചെടുത്ത ജോലി പോലുണ്ട്. ഈ രക്തമല്ലിക്കൂട്ട് എന്താ ഒന്ന് പറയോ? അത് സ്വപ്നഭൂമിയിലെ അമൂല്യ രഹസ്യങ്ങളാ, പറഞ്ഞ കുറ്റോ. ഓ, ഇനി ഞാനത് പഠിച്ചെടുത്ത് ലോകവിപണിയെ കൊണ്ടുപോയി വിറ്റ് കോടീശ്വരനാവുന്നുള്ള പേടിയായിരിക്കും അല്ലേ? ഹേയ്, അങ്ങനെ പേടിയൊന്നുമില്ല. ഒന്നല്ല 9000 പ്രാവശ്യം കേട്ടാലും നിയോഗം ഇല്ലെങ്കിൽ പഠിക്കാൻ പറ്റില്ല ആർക്കും. ആ, അപ്പൊ പിന്നെ പേടിക്കണ്ടല്ലോ. ഒരു കൂട്ട് ഒരു ദിവസേ പറയുള്ളൂ. ആദ്യത്തെ കൂട്ട് പറയേണ്ടത് പ്രഭാതത്തിലാ. അങ്ങനെയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തില് ആദ്യത്തെ കൂട്ട് പറയോ? പറയാം, പക്ഷെ ഒറ്റ പ്രാവശ്യം ഞാൻ പറയുള്ളൂ. പിന്നെയും പിന്നെയും പറഞ്ഞു കില്ലാടിക്കുട്ടി അത് മനപ്പാടാക്കിയാ പിന്നെ ഞാൻ കുറ്റക്കാരിയാവും. ഛേ, എനിക്ക് കേൾക്കാനുള്ള കൗതുകം കൊണ്ടല്ലേ. ശരി, നാളെ പറയാം. പറയട്ടെ. നിക്ക് ഞാനും ചിലർ ധ്യാനമൊക്കെ ഒന്ന് കഴിച്ചോട്ടെ. ആ, രക്തമല്ലിയിലെ സൂര്യപ്രകാശത്തിൽ 7 പകലുണക്കി 7 പൗർണമികൾ നീളെ ശീതളിപ്പിച്ച് രാക്കുറിഞ്ഞി പൂമ്പൊടി ചേർത്ത് നേരിയമ്പാല ചാറിൽ ചാലിച്ച് നെയ്തലാമ്പൽ ഇലയിലിട്ട് പനിനീരൊഴിച്ച് കദളിത്തണ്ടിൽ കോരിയത് 7 കുമ്പിൾ. പിടികിട്ടി. പനിനീരൊഴിച്ച് കദളിവാഴത്തണ്ടിൽ അല്ലിയാമ്പൽ കടവിൽ അരക്കിയുള്ള കഴിഞ്ഞു പോയി. അടുത്ത അത് നാളെ. ആനവാലാൽ തൊട്ടെടുത്ത നീലാഞ്ജനം നെൽപ്രമാണം, പുലിനഖം ഉരച്ചെടുത്തത് എൽ പ്രമാണം, സൂര്യഗന്ധി സ്ഫുടം ചെയ്ത ശംഖുഭസ്മം 4 ചിപ്പി, ഊതി ഉണക്കിയ കരിവീട്ടിക്കറ 3 ചിപ്പി, 7 അന്തികൾ കുന്തിരിക്ക പുക കാണിച്ച് 6 ഉഷസിൽ കർപ്പൂരപ്പുക കൊള്ളിച്ച് പാരിജാത തളിരിൽ ചേർത്ത് വീഴ്ത്തിയത് 9 കുമ്പിൾ. എനിക്ക് കിട്ടി ദേവു, എനിക്ക് കിട്ടി. വെളിച്ചം പോലെ, തെളിച്ചം പോലെ എന്തോ ഒന്ന്. നിങ്ങളുടെ അമൂല്യ മരുന്നിന്റെ രഹസ്യക്കൂട്ട് ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞേപ്പിക്കട്ടെ. വെറുതെ വീമ്പിളക്കാതെ. പറയട്ടെ? പറയില്ല. തീർച്ച. എന്ന് ആദ്യം മുതൽ കേട്ടോളൂ. രക്തമല്ലിയിലെ സൂര്യപ്രകാശത്തിൽ 7 പകലുണക്കി 7 പൗർണമികൾ നീളെ ശീതളിപ്പിച്ച് രാക്കുറിഞ്ഞി പൂമ്പൊടി ചേർത്ത് നേരിയമ്പാല ചാറിൽ ചാലിച്ച് നെയ്തലാമ്പൽ ഇലയിലിട്ട് പനിനീരൊഴിച്ച് കദളിത്തണ്ടിൽ കോരിയത് 7 കുമ്പിൾ. ആനവാലാൽ തൊട്ടെടുത്ത നീലാഞ്ജനം നെൽപ്രമാണം, പുലിനഖം ഉരച്ചെടുത്തത് എൽ പ്രമാണം, സൂര്യഗന്ധി സ്ഫുടം ചെയ്ത ശംഖുഭസ്മം 4 ചിപ്പി, ഊതി ഉണക്കിയ കരുവീട്ടിക്കറ 3 ചിപ്പി, 7 അന്തികൾ കുന്തിരിക്കപ്പുക കാണിച്ച് 6 ഉഷസിൽ കർപ്പൂരപ്പുക കൊള്ളിച്ച് പാരിജാതത്തളിരിൽ ചേർത്ത് വീഴ്ത്തിയത് 9 കുമ്പിൾ. നീലക്കറുക തിന്നുന്ന പുള്ളിപ്പശുവിന് 2 കൃഷ്ണപക്ഷം ചാമത്തവിട് ഊട്ടി വെളുത്ത പക്ഷത്തെ ഏകാദശി വരെ മുത്തങ്ങ ചതച്ചിട്ട ഞവരക്കാടി കൊടുത്ത് ദ്വാദശി നാൾ പുലരും മുമ്പ് പുല്ലാങ്കുഴലാൽ യമുന കല്യാണി കേൾപ്പിച്ച് താമര ഇതളിൽ കറന്നെടുത്ത പാല് സമം വെള്ളം ചേർത്ത് 18 പ്ലാവിലെ ഞെട്ടിട്ട് കാഞ്ഞിരക്കാതൽ കത്തുന്ന അടുപ്പത്ത് കാച്ചിക്കുറുക്കി കാലളവാക്കി ത്രിപല പൊട്ടിട്ട് വെണ്ണമട്ടിൽ കൊഴുപ്പിച്ച് ഓടത്തണ്ടിൽ നിറച്ചത് 3 കുഴൽ. എങ്ങനെയുണ്ട്? ഏയ് ദേവു, വേണ്ട, ഒന്നും പറയണ്ട. നിങ്ങൾ എന്നെ ചതിച്ചു, വല്ലാണ്ട് ചതിച്ചു. അയ്യോ ദേവു, അങ്ങനൊന്നും കരുതല്ലേ. സ്നേഹിച്ചവരെ, ഊട്ടിയവരെ, വിശ്വസിച്ചവരൊക്കെ ഞാൻ വഞ്ചിച്ചു. നിങ്ങളൊരു കള്ളനാ. എന്തിനായിരുന്നു എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത്? പറ. എവിടെ, ഏത് ജന്മത്തിലാണ് ഞാൻ നിങ്ങളോട് ഒരു തെറ്റ് ചെയ്തത്? വേണ്ടിയിരുന്നില്ല, എന്നോട് ഇങ്ങനെ വേണ്ടിയിരുന്നില്ല. നിങ്ങൾ എന്നെ ദേവു, ഞാൻ ചതിച്ചിട്ടില്ല. ദേവേനെ ഞാൻ ചതിക്കയില്ല. ഞാനൊരു കള്ളൻ അച്ഛനും കുട്ടിയല്ല. വേദപുരത്തുനിന്ന് വന്ന ഒരു പാവം പ്രേമേന്ദ്രനാ. നാടക ഡയലോഗ് കേട്ട് പഠിക്കണ പോലെ പഠിച്ചു. ഒരു തമാശക്ക്, ഒരു വാശിക്ക്. മറക്കാം, എല്ലാ നിമിഷം തന്നെ മറക്കാം. എന്റെ ജീവൻ എനിക്ക് തിരിച്ചു തന്ന എന്റെ ഗുരുസ്ഥാനത്ത് ഞാൻ കാണുന്ന ദേവേനയുടെ കാലിൽ തൊട്ട് ഞാൻ പറയണു, ഞാൻ മറന്നിരിക്കണു, പൂർണ്ണമായിട്ട് മറന്നിരിക്കണു. ആരോടെങ്കിലും ഇത് പറയാനായി ഇനിയൊരു വരി പോലും എനിക്ക് ഓർമ്മ വരില്ല.
വിശ്വസിക്കന്നെ. വിശ്വസിച്ച മാത്രം മതി. എന്നാൽ എങ്ങനെ പഠിച്ചിത്ര പെട്ടെന്ന്? ഞാനും എന്തൊക്കെയോ പറഞ്ഞു, ക്ഷമിക്കണം. പണ്ട് അസുര ഗുരുവായ ശുക്രാചാര്യന്റെ മകൾ ദേവയാനിയെ മോഹിപ്പിച്ച് മൃതസഞ്ജീവിനി രഹസ്യം തട്ടിയെടുക്കാൻ വന്ന കജനെ പോലൊരു കള്ളനല്ല നിങ്ങള്, ചതിയനുമല്ല, എനിക്കറിയാം. പക്ഷേ ആരുമാണ്? ആരു? പറഞ്ഞില്ലേ, ഒരു പാവ നാടകക്കാരൻ, ഒരു കിണറൂത്തി. അല്ല, അതിനൊക്കെ മുകളിൽ, വളരെ മുകളിൽ. ഒന്ന് പറ, ആരാ നിങ്ങൾ? ആരാ? ഷേ, ഇതെന്ത് ചോദ്യ? ദേവയാനി ജീവൻ വെപ്പിച്ചെന്ന വെറും ഒരു ശരീരം. ഞാൻ പോവാ. ദേവു, നിന്നേ. ഇല്ല, പോവാ. ഒന്ന് നിന്നെന്ന്. എന്നോട് നിന്നെ വഴക്കിട്ട് ഈ കാട്ടിൽ ഉപേക്ഷിച്ച് പോകുന്നേ. ഞാൻ പറഞ്ഞില്ലേ എല്ലാം മറന്നു. അതല്ല. പിന്നെ? എന്നോടൊന്നും ചോദിക്കരുത്. ചോദിക്കും. എനിക്കിനി കിലാടിക്കുട്ടിന്ന് വിളിക്കാൻ പറ്റില്ല. അതെന്താ? എന്റെ ചികിത്സയിലായിരുന്നപ്പോ എനിക്കൊരു കുഞ്ഞിനെ പോലെയായിരുന്നു. പക്ഷെ ഇപ്പോ നിയോഗമുള്ളവർക്ക് മാത്രം പഠിക്കാവുന്നത് പഠിച്ചു കാണിച്ച് അങ്ങ് ആകാശം പോലെ വളർന്ന് നിൽക്കും എന്റെ മുമ്പിൽ. അതിന് പോകുന്ന എന്തിനാ? സ്വപ്നഭൂമി എനിക്ക് എല്ലാം ആണെങ്കിലും ഇവിടുത്തെ ചില ആചാരങ്ങൾ എനിക്ക് ഇഷ്ടമല്ല. ആ ആചാരങ്ങളെല്ലാം മാറ്റാൻ ഒരു ദേവൻ വരുമെന്ന സ്വപ്നം ഞാൻ കുട്ടിക്കാലത്ത് പതിവായി കാണുമായിരുന്നു. ആ ദേവനാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് എനിക്കൊരു തോന്നൽ. ആയിക്കോട്ടെ, അതിനെന്താ? അല്ല, ഇനിയും വർത്തമാനം പറഞ്ഞ് അടുത്തൊക്കെ പെരുമാറിയാല് ഞാൻ ചിലപ്പോ ഇഷ്ടപ്പെട്ടു പോയാലോ? അങ്ങനെ പറയരുത് ദേവയാനി. സത്യവാ, ഞാൻ ചിലപ്പോ ഇഷ്ടപ്പെട്ടു പോവും. അങ്ങനെ പറയരുത്. പിന്നെ? ഇഷ്ടപ്പെട്ടു പോയിന്ന് പറയണം. ആണോ? അപ്പൊ നമ്മൾ ഇനി കണ്ടൂടാ? ഇനിയാ കാണേണ്ടത്. ദേവു, ഒന്നിന്നേ. ദേവു, എഴുതി വെക്കപ്പെട്ടിരിക്കുന്ന ചിലതെ കൊണ്ട് ഞാനിവിടെ വരുമെന്നും മണ്ണ് വെട്ടാൻ അറിയാത്ത ഞാൻ കിണർ വെട്ടുമെന്നും ദേവയാനിയെ കാണുമെന്നും ആ മടിയിൽ മരിക്കാനായി ഞാൻ കിടക്കുമെന്നും പിന്നെ ജീവിക്കുമെന്നും ഒക്കെ എഴുതി വെക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ വേദപുരത്തുകാരൻ ഈ പ്രേമചന്ദ്രന് എഴുതി വെക്കപ്പെട്ട പെണ്ണ സ്വപ്നഭൂമിയിലെ വളർത്തുപുത്രിയായി ഈ ദേവയാനി. വളർത്തുപുത്രിയാണെങ്കിലും ഇവിടുത്തെ രീതികളൊക്കെ എനിക്കും ബാധകമാ. വിധിയുടെ മുമ്പില് രീതികളൊക്കെ മാറും. സങ്കടപ്പെടേണ്ടി വരരുത്. ഇല്ല, സങ്കടപ്പെടുത്തിയില്ല. ഇങ്ങനെ വേണ്ട, നമുക്ക് പോവാം. ഇഷ്ടപ്പെട്ടു എന്ന് പറ. ഇങ്ങനെ വേണ്ട. ഇഷ്ടപ്പെട്ടു എന്ന് പറ. നമുക്ക് പോവാം. ഇഷ്ടപ്പെട്ടു എന്ന് പറ. ഇഷ്ടപ്പെട്ടു. ഇന്ന് തീരുക ചികിത്സ. അപ്പോ എനിക്കിനി ദേവേനയായിട്ട് ഇതുപോലെ കാണാനും സംസാരിക്കാനൊന്നും പറ്റില്ല? ഇല്ല. ഞാൻ കാണും, എവിടെയെങ്കിലും വെച്ച് കാണും, സംസാരിക്കും, ആരും അറിയാതെ. വേണ്ട വേണ്ട, എനിക്ക് പേടിയാ. അങ്ങനെയൊക്കെ നമ്മളെ കണ്ട എന്താ ഇവിടുത്തെ ശിക്ഷകളൊക്കെ? കുറ്റം ആണിൻ്റെതാണെങ്കിൽ കൈ വെട്ടിമാറ്റും. പെണ്ണിന്റെ കുറ്റമാണെങ്കിൽ ചെറിയൊരു ശിക്ഷയേ ഉള്ളൂ. തമ്മിൽ കാണരുതെന്നൊരു വിലക്ക്. വിലക്ക് തെറ്റിച്ചാ പിന്നെ പെണ്ണ് സ്വപ്നഭൂമിയിൽ വാഴാൻ പറ്റില്ല. അവളെ കരിയാത്ത മലയിലെ കാട്ടാളന്മാർക്കുള്ളതാ. കൈ വെട്ടി മാറ്റിയാലും സാരമില്ല. എനിക്ക് ദേവുവിനെ കാണണം, സ്വകാര്യമായി. കാണാനും ഞാൻ സമ്മതിക്കില്ല. അഥവാ കണ്ടുപിടിക്കപ്പെട്ട ആ കൈ വെട്ടിയെടുക്കാനും ഞാൻ സമ്മതിക്കില്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ? എന്താ? ആരും അറിയാതെ വന്നേക്കുന്നു എന്റെ കൂടെ വേദപുരത്തേക്ക്? ഇല്ല, ഒരിക്കലും ഇല്ല. എനിക്കിഷ്ടമല്ല അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ ഈ ആചാരങ്ങളൊക്കെ മാറാൻ എന്താ ഒരു വഴി? മാറും, അതിനുള്ള സമയം തുടങ്ങി. സ്വന്തം വെള്ളം ഇവിടെ ഒഴുകി കഴിയുമ്പോൾ ചില വ്യതിയാനങ്ങളൊക്കെ വരും. വന്നേ പറ്റൂ. അപ്പൊ മെല്ലെ മെല്ലെ പല രീതികളും മാറും. ഇവിടുള്ളവരെല്ലാം ചേർന്ന് എന്നെ ഒരു ആഘോഷമായി വേദപുരത്ത് എത്തിച്ചു തരും. എന്റെ ഒരു മോഹം അത്. അങ്ങനെ സംഭവിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഉണ്ട്. അതിന് ഒരുപാട് നാളുകളെടുത്താലോ? ഞാൻ കാത്തിരിക്കും. 10-15 വർഷങ്ങളെടുത്താലോ? ഞാൻ കാത്തിരിക്കും. അതുവരെ തമ്മി കാണരുത്. ശരി, ദേവേനയുടെ ഇഷ്ടങ്ങൾക്ക് ഞാൻ എതിര് നിൽക്കില്ല. അത്രയ്ക്ക് സ്നേഹിച്ചു പോയി. ഇപ്പോ ചികിത്സ ഇപ്പോ ഇവിടെ വെച്ച് തീരുകയാണ്. ഇത്രയും കാലം ഞാൻ ചികിത്സിച്ചത് മറ്റാരുമല്ല, എന്റെ ദേവനെ തന്നെയായിരുന്നു എന്ന സന്തോഷമുണ്ട് എനിക്ക്. ഇനി ഈ ശരീരത്തില്
ദേവേനെ തൊടില്ലെന്നറിയാം. അതുകൊണ്ട് ഞാനൊന്ന് തൊടുക അവസാനമായി. ഒന്ന് ചേരുത്. എടാ മാറി, നീ ഇവിടെ വന്നത് കിണർ പണിയാനോ പെണ്ണ് പിടിക്കാനോ? ചൊല്ലും ചെലവും തന്ന് നിന്നെ ഈ മണ്ണി കാലുകുത്തിച്ച എന്റെ പെണ്ണിനെ തന്നെ വേണം നിനക്ക്. അല്ല, മറുനാട്ടിൽ നിന്ന് സ്വപ്നഭൂമി കയറി പെണ്ണിനെ തൊട്ടവന്റെ കൈ കരിയാത്ത മലയിലെ കാട്ടിൽ നായിക്കൊള്ളതാ. അറിയോ? കൊന്നാണ് ഞാൻ നിന്നെ. ആയിരം വ്രതം നോറ്റ് നാഡീവൈദ്യം പഠിച്ച പെണ്ണെന്ന നിലയിൽ ഏതാണുങ്ങളുടെ ദേഹം ഒഴിഞ്ഞ് രാപ്പാർത്തകളെ ഇവിടെ പിഴച്ചു പോയില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു സ്വപ്നഭൂമിക്കാർക്ക്. നമ്മളെ മുഴുവൻ വഞ്ചിക്കായിരുന്നവള്. എന്താ ഇവിടെ? എന്താ ഈ നിൽക്കുന്ന സോമാജി വൈദ്യന്റെ മോക്ക് കിണറുത്താൻ വന്ന വേദപുരക്കാരനുമായിട്ട് സ്വപ്നഭൂമിക്ക് നിരക്കാത്ത ചില ബന്ധങ്ങളുണ്ട്. അവിഹിത ബന്ധം. അതിപ്പോ ഞാൻ നേരിക്കണ്ടു. ചികിത്സയുടെ പേരും പറഞ്ഞ് നമ്മളൊക്കെ ഇവിടെ കബളിപ്പിക്കായിരുന്നു. മോളെ വേണ്ട, നാട്ടുകൂട്ടത്തിന്റെ തീരുമാനം പറഞ്ഞിട്ട് നീ മിണ്ടിയാ മതി. അങ്ങോട്ട് മാറി കരുത്. ഇതെന്ത് ന്യായവാ? ഇവിടെ ഇപ്പൊ ഭൂരപ്പം പറഞ്ഞ ഒരു പക്ഷമല്ലേ കേട്ടിട്ടുള്ളൂ, ഇതിനൊരു മറുപക്ഷമില്ലേ? അതും കേൾക്കണ്ടേ? അതാ ശരി. നാട്ടുകൂട്ടത്തിലെ അംഗങ്ങളും ഗണനാഥനും ഇവിടെ ഇപ്പോൾ ഉള്ള സ്ഥിതിക്ക് ഇനി ഇത് നീട്ടിവെക്കേണ്ട കാര്യമില്ലല്ലോ. പറയാനുള്ളത് കേട്ടിട്ട് ഒരു തീരുമാനം എടുക്കുന്നതല്ലേ നല്ലത്. മരുത്താള വൈദ്യപ്രകാരം നാഡീ ചികിത്സ നടത്തുന്ന ഈ കുട്ടിയുടെ കാര്യത്തിൽ ഭുവനപ്പം പറയുന്ന പരാതികൾ മുഖവിലക്കെടുക്കാൻ പറ്റില്ല. നാഡീ ചികിത്സാ മുറകളിൽ ചിലത് പുറമേ നിൽക്കുന്നവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കും. അതുകൊണ്ട് ഇക്കാര്യത്തിൽ പെൺകുട്ടിയുടെ വിശദീകരണം മാത്രമേ ഞാൻ സ്വീകരിക്കൂ. കുട്ടിക്ക് പറയാനുള്ളത് പറഞ്ഞോളൂ. മനസാ വാചാ കർമ്മണ കുട്ടിക്ക് ഇയാളുമായിട്ടുള്ള സമ്പർക്കം ചികിത്സാവിധിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് തുറന്നു പറഞ്ഞോളൂ. ഇക്കാര്യത്തിൽ കുട്ടിയുടെ മറുപടിയാണ് എനിക്ക് പ്രമാണം. പറഞ്ഞോളൂ. ചികിത്സയുമായി ബന്ധപ്പെട്ടതല്ല. കുറ്റം സമ്മതിച്ചിരിക്കുന്ന സ്ഥിതിക്ക് കീഴ്വഴക്കനുസരിച്ചുള്ള എല്ലാ ശിക്ഷകളും കൊടുത്തേ പറ്റൂ. ദേവേൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനാ കഴിയുന്നത്രയും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച ആ കുട്ടിയെ അതിക്രമിച്ച് കടന്നു പിടിച്ചത് ഞാനാ. അല്ല അല്ല, കള്ളമാ പറഞ്ഞത്. ഞാൻ എന്റെ പൂർണ്ണ സമ്മതത്തോടെ ചെന്നത്. രണ്ടുപേരുടെ ഉള്ളിരിപ്പ് കേട്ടല്ലോ. ഇനിയിപ്പോ എന്താ ആലോചിക്കാനാ? ഇനി ശിക്ഷ എന്താണെന്ന് ആലോചിച്ചാൽ മതി. നാട്ടുവഴക്കം വെച്ച് നോക്കുമ്പോ മരനാട്ടിൽ നിന്ന് വന്ന് മരുത്താള പെണ്ണിനെ തൊട്ടാൽ തൊട്ട കൈ വെട്ടുക എന്നുള്ളതാണ് പണ്ടത്തെ കീഴ്പതിവ്. പക്ഷെ അത് ഇപ്പൊ ന്യായമാണോ? ചിന്തിക്കണം. അല്ല, ന്യായമല്ല. ഈ നാടിന് മുഴുവൻ കുടിവെള്ളം കിട്ടാൻ ഇരുമ്പ് പാരെടുത്ത കൈകളാണിത്. സ്വപ്നഭൂമിക്ക് തീരാക്കളകം ഉണ്ടാക്കുന്ന ഒരു വിധിയും ഉണ്ടാക്കാൻ പാടില്ല. അത് ശരിയാ. മരുത്താളന്റെ മാന്യത പോകരുത്. ഇനിയിപ്പോ മേലിൽ രണ്ടുപേരും തമ്മിൽ കാണാത്ത വിധം ഊരുവിലക്കുകയാണ് വേണ്ടത്. വിധിപ്രകാരം ഊരുവിലക്കിലുള്ള ഒരുക്കുകൾ ആരംഭിക്കാം. സ്വപ്നഭൂമിക്കും മരുത്താളർക്കും അതിൽപ്പെട്ട ഇരിപ്പുകൾക്കും നടപ്പുകൾക്കും മാനത്തിനും മര്യാദയ്ക്കും പരമ്പരയാ കാവലേറ്റ ഗണനാഥൻ മേൽ ചൊല്ലിയതിൽ നടപ്പിനും മാനത്തിനും കോട്ടം കാട്ടിയ സോമാജി മകൾ ദേവയാനിക്കും വേദപുരത്ത് നിന്നും നാട്ടരതി കടന്നെത്തിയ സുന്ദരകില്ലാടിക്കും മേലിൽ ഒരിക്കലും തമ്മിൽ കാണാൻ പാടില്ലാത്ത ദൂരം കാത്ത് രണ്ടു വെളിപ്പാടകലം നോക്കി കഴിഞ്ഞുകൊള്ളാൻ ഇടം വിലക്ക് കൽപ്പനയാക്കുന്നു. ഈ വിലക്ക് മുറിച്ച് കണ്ടത് പെണ്ണെങ്കിൽ കുടിയടച്ച് ബലിയൂട്ടി പ്രഷ്ടും, ആണെങ്കിൽ ചാവോളം കഴിവേറ്റും മുൻകൂർ കൽപ്പനയാക്കുന്നു.
ഒരവതാരം പോലെ എൻ്റെ കയ്യിലെത്തിയ നിനക്ക് അസാധാരണമായ മനക്കരുത്തും വ്രതശുദ്ധിയും ഉണ്ടെന്ന് കണ്ടിട്ടാ ഈ അപൂർവ പാരമ്പര്യ വൈദ്യത്തിലെ നാഡീ ചികിത്സാ മുറകൾ ഞാൻ നിന്നെ പഠിപ്പിച്ചത്. പക്ഷേ സൽപാത്രത്തിലല്ല ഞാൻ വിളമ്പിയതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഇനി നീ ഇവിടുത്തെ ഔഷധങ്ങളിലൊന്നും തൊട്ടുപോകരുത്. എന്നാലും ഇങ്ങനൊരു തെറ്റ് നിനക്ക് എങ്ങനെ സംഭവിച്ചടി മോളെ? വരൂ. എന്താ കുട്ടി, എന്താ ഈ രാത്രിയില്? മനസ്സിലുള്ളതൊക്കെ തുറന്നു പറയാൻ എനിക്ക് വേറെ ആരുമില്ല, അതുകൊണ്ട് വന്നതാ. കുട്ടിയോട് ഇരിക്കൂ. എന്താ പറയാനുള്ളത്? പറഞ്ഞോളൂ. എല്ലാരും ചോദിക്കുന്നു എനിക്ക് എന്ത് പറ്റിയെന്ന്. എനിക്കറിയില്ല എനിക്ക് എന്ത് പറ്റിപ്പോയെന്ന്. എനിക്കൊന്ന് പറഞ്ഞു തരൂ. ചികിത്സയുടെ പേരും പറഞ്ഞ് എനിക്ക് ഒഴിയാമായിരുന്നു. എന്നിട്ടും ഞാനത് ചെയ്തില്ല. അതാണോ ഞാൻ ചെയ്ത തെറ്റ്? നിങ്ങളൊക്കെ കൂടെ എന്റെ നെഞ്ചിന്നെടുത്ത് 2 വെളിപ്പാട് അപ്പുറത്തേക്ക് എറിഞ്ഞത് തെറ്റിനെയാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല. എന്നാലും അതെടുത്ത് പിന്നെയും എന്റെ നെഞ്ചോട് ചേർക്കാൻ തോന്നുന്നു. ഞാൻ എന്താ ഇങ്ങനെയൊക്കെ? എനിക്കൊന്ന് പറഞ്ഞു തരൂ. മോളെ, നിങ്ങൾക്ക് വിലക്ക് കൽപ്പിച്ചു പോന്ന എന്റെ ഈ വീട്ടുവഴിയെ ഉറക്കവും കൊണ്ടിലെ രാത്രികൾ വരില്ല. നിന്റെ ഉറങ്ങാത്ത രാത്രികൾ എനിക്ക് തന്നിട്ട് നീ പോയി ശാന്തമായി ഉറങ്ങുക. എന്താ? ചിലതൊക്കെ പറയാനാ വന്നത്. പക്ഷേ അതൊക്കെ തുറന്നു പറയാൻ ചില ആചാരങ്ങളുടെ വിലക്കുകൾ എനിക്കുമുണ്ട്. ഇന്ന് നിങ്ങളെ പിടിച്ചകറ്റിയ ഗണനാഥനല്ല, സ്വപ്നഭൂമിക്കാരനായ വെറും രാജമാണിക്യമാണ് ഞാനിപ്പോ. മനുഷ്യരാശിക്ക് മൊത്തം അവകാശപ്പെട്ട വിശുദ്ധമായ കുറെ ചിന്തകളും അറിവുകളും വിദ്യകളും കാത്തു സൂക്ഷിക്കുന്നവരാ ഞങ്ങള്. സഹസ്രാബ്ദങ്ങളായിട്ട് അമൃതതുല്യമായതെന്തും നമ്മൾ പൊതിഞ്ഞു മൂടിയല്ലേ സൂക്ഷിക്കുക. അതുപോലെ സ്വപ്നഭൂമിയിലെ അപൂർവമായ അറിവുകളും വിദ്യകളുമൊക്കെ കുറെ ആചാരവിശ്വാസങ്ങളും അയവില്ലാത്ത കുറെ ചട്ടങ്ങളും കൊണ്ടാണ് പൊതിഞ്ഞു മൂടി സൂക്ഷിച്ചിരിക്കുന്നത്. മരുത്താളരുടെ സൂക്ഷിപ്പുകൾ ലോകത്തിന് തേറെഴുതി കൊടുക്കേണ്ട കാലം വരുമ്പോൾ അതിന്റെ മുന്നറിയിപ്പായി 2 പ്രധാന ലക്ഷണങ്ങൾ ഇവിടെ കാണുമെന്ന് ഞങ്ങളുടെ പൂർവികർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലൊന്ന് ഭ്രഷ്ട് കൽപ്പിച്ച പെണ്ണ് തിരിച്ചെത്തുക. രണ്ടാമത്തേത് സ്വപ്നഭൂമിയിലെ മണ്ണ് സ്വന്തം ജലം കൊണ്ട് നനയുക. ഇത് രണ്ടും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്നും മൂടി വെക്കാനില്ല. ഒന്ന് സംഭവിച്ചു കഴിഞ്ഞു. രണ്ടാമത്തേത് നടന്നാൽ സ്വപ്നഭൂമിയിൽ മാറ്റങ്ങൾക്ക് തുടക്കമായി. ഈ മണ്ണിൽ നിന്നും സ്വന്തം ജലകുംഭം ഉയർന്നു വരുന്നതും അതിൽ കുളിച്ച് ഭ്രഷ്ടുമാറിയെത്തുന്ന സുമംഗലിമാരെ സ്വപ്നഭൂമിക്കാർ വാരിപ്പുഴർന്നു സ്വീകരിക്കുന്നതും അറിവിന്റെ പാഠക്കെട്ടുകൾ ഈ ലോകത്തിന് മുമ്പിൽ തുറന്നു വയ്ക്കുന്നതും സ്വപ്നം കണ്ടു നടന്ന ഒരു ചെറുപ്പമുണ്ട് എനിക്ക്. ഞാനൊരിക്കൽ പറഞ്ഞു, ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ എത്തിയതാണ് കില്ലാടി ഇവിടെ. തളരാതെ പതറാതെ അത് മുന്നോട്ട് കൊണ്ടുപോകണം. അതിപ്പോ എൻ്റെ ഒരു പുതിയ ആവശ്യം കൂടിയാണ്. പറഞ്ഞല്ലോ, കൂടുതൽ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഇപ്പോഴെനിക്കില്ല. ആ കിണറിന് ഞാൻ തൊടില്ല. നിങ്ങളെ പോലുള്ള മഹാപാപികളുടെ ആചാരങ്ങളൊക്കെ മാറ്റിമറിക്കാൻ ആ മരണക്കിണറിലേക്ക് ഇറങ്ങാൻ എനിക്ക് മനസ്സില്ല. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിച്ചു വെച്ചിട്ടുള്ള ആ പാപത്തിന് പുറത്തിറക്കി വിടാദ്യം. എന്നിട്ട് മതി ഇവിടുത്തെ മാറ്റങ്ങളൊക്കെ. പോകരുതെന്ന് കരുതിയതാ. പക്ഷെ ഞാനിവിടെ നിന്നാ അവളകത്ത് കിടന്ന് വീർപ്പുമുട്ടും. പോവാ, അവളെങ്കിലും ഒന്ന് വെളിച്ചം കണ്ട് നടക്കട്ടെ. കില്ലാടി, വാസുണ്ണ, വാസുണ്ണ. അമ്മ, ഈ സ്വപ്നഭൂമിയിലേക്കാ വന്നതെന്ന് നീ എന്നോട് പറഞ്ഞില്ലല്ലോ മോനെ. വിവരമൊന്നുമില്ലാഞ്ഞ് പ്രദീപിന്റെ വീട്ടിൽ അന്വേഷിച്ചപ്പോഴാ അറിഞ്ഞ് നീ ഇവിടാണെന്ന്. സന്തോഷം കൊണ്ട് നെഞ്ചു നിറഞ്ഞപ്പോ നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി.
അച്ഛന്റെ നടക്കാതെ പോയൊരാഗ്രഹ കിണറ് കുഴിക്കുകയാണെങ്കിൽ സ്വപ്നഭൂമിയിലാ കുഴിക്കേണ്ടതെന്ന് എപ്പോഴും പറയും. എല്ലാരും തോറ്റെടുത്ത് ജയിക്കണം. അപ്പൻ അപ്പൂപ്പന്മാർ 1000 കിണറ് കുഴിച്ചിട്ടുണ്ടെങ്കിലും നീ ഈ ഒരൊറ്റ കിണർ മാത്രം കുഴിച്ചാ മതി. അമ്മയ്ക്ക് തൃപ്തിയാ. അതൊരിക്കലും നിന്റെ മരണക്കിണറാവില്ല മോനെ. എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ? ചെയ്യുടെ പ്രേമാന്ന് അങ്ങോട്ട് പറഞ്ഞാ പോരെ? ചെയ്തിരിക്കും. ഇവനെല്ലാം എന്നോട് പറഞ്ഞു. നിനക്കെന്താ ആ ദേവയാനിയോട്? എനിക്കൊന്നുമില്ല. ഏയ്, ആ ദേവയാനിയോട് എനിക്കൊന്നുമില്ല. പഞ്ചപാവങ്ങളായി സ്വപ്നഭൂമിയിലുള്ളവര്. നീ അവരുടെ മണ്ണ് നനച്ചുകൂടെ? നിന്റെ കാൽക്കൽ അവരെന്തും കൊണ്ടുവയ്ക്കും. എന്തും. ഇപ്പൊ ഇത് എന്റെയും കൂടി ആവശ്യം. പ്രാർത്ഥിക്കണേ വാസണ്ണ. എന്തിനാടാ? നിനക്ക് വേണ്ടി കാണാമറിയത്തിരുന്ന ഒരാൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് മതി. ദേവു, ഇന്ന് ശരിക്ക് പണി നടന്നു. ആണുങ്ങളൊന്നും അങ്ങോട്ട് പോയേ ഇല്ല. എന്തേ? 40 കോല് കഴിഞ്ഞു ഇത്രേ. ഓരോരുത്തർ ഓരോന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നീ ഉണ്ടായിരുന്നെങ്കിൽ വല്ലതൊക്കെ തിരിച്ചു പറയായിരുന്നു. കണ്ടോ? ഇല്ല, ഇന്ന് നേരത്തെ പോയി. വെറുതെ ആളുകൾ പറഞ്ഞ് പേടിപ്പിക്കുക. 45 ആകുമ്പോ കുഴപ്പമുണ്ടാവും, 45 ആകുമ്പോ കുഴപ്പമുണ്ടാവും. ഇവർക്ക് വേറെ ജോലിയൊന്നുമില്ലേ? കുഴപ്പമുണ്ടാവും വാസണ്ണ. ഇവിടുത്തെ ഭൂഘടന അങ്ങനെയാ. 45 കോല് വരെ താങ്ങി നിൽക്കാൻ മണ്ണിന് ബലമുണ്ട്. അതിനപ്പുറത്തോട്ട് പോയിട്ടും വെള്ളം കിട്ടുന്നില്ലേ പിന്നെ മണ്ണിടിയും. ഒന്നും ഉണ്ടാകാതിരിക്കാൻ ഞാൻ താഴ്ഭാഗം കോണിച്ച വെട്ടിയിരിക്കുന്നേ. പക്ഷേ അതല്ല പ്രശ്നം. മഴ. കഴിഞ്ഞ 2 പ്രാവശ്യവും 45 കോലായപ്പോ മഴ പെയ്തു. അപകടം അത്. മഴ പെയ്ത മണ്ണ് എല്ലാ ഭാഗത്തുനിന്നും കിണറ്റിലേക്ക് തള്ളി ഇറങ്ങും. സ്വപ്നഭൂമിയാക്കി വിറയ്ക്കും. വിള്ളലുണ്ടാവും. ഇന്ന് രാത്രി മഴ ഉണ്ടായിക്കൂടാ. വ്രതം നോറ്റ് പ്രാർത്ഥിക്കാൻ പോവാ ഞാൻ ഈ രാത്രി മുഴുവനും. അതിന് 45 ആയില്ലല്ലോ. ആയി. 45 കോല് കൃത്യം കുഴിച്ചിട്ടാ ഞാനിന്ന് പുറത്തു വന്നത്. പ്രേമ, എന്തൊക്കെയോ ബഹളങ്ങൾ കേൾക്കുന്നു. ഈശ്വര, കന്നുകാലികളുടെ കരച്ചിൽ കേട്ടില്ലേ? ഭൂമി കുലുങ്ങിയതാ. ഇനിയും കുലുങ്ങും ശക്തമായി. എന്തെങ്കിലും ചെയ്യണം. മഴക്കാർ ശരിക്കും കൊണ്ടുകഴിഞ്ഞു. അന്തരീക്ഷം മാറുക. മഴ പെയ്താൽ സ്വപ്നഭൂമി ആകെ തകരും. മണ്ണിടിയോ സംശയം ഉണ്ടെങ്കിൽ 1 നിമിഷം താമസിക്കാതെ കിണർ മൂടണം. കിണർ മൂട്. കിണർ മൂടാൻ പറ. ഇത് സാധാരണ മഴക്കാരല്ല, പേമാരുടെയും കൊടുങ്കാറ്റിന്റെ അടയാളമാണ്. മഴ വീണ് തുടങ്ങി. പെയ്ത് കലക്കുമ്പോ കിണർ കൂടാൻ പറ. ഇല്ല, മഴ പെയ്യില്ല, മണ്ണിടിയില്ല. വേദപുരത്തെ താളിവിലക്കെട്ടിൽ കളവും കള്ളക്കണക്കില്ല. കാണുന്നതൊക്കെ ദുർലക്ഷണങ്ങളാ. മണ്ണിടിയുന്നതിന് മുമ്പ് അതങ്ങ് മൂടുന്നതല്ലേ നല്ലത്. മഴ പെയ്യില്ല. ഇയാളുടെ ഭ്രാന്തം വിശ്വസിച്ചുകൊണ്ടിരിക്കരുത്. കിണർ ഇപ്പൊ തന്നെ മൂടണം. കിണറാൻ കൽപ്പിക്കുന്നുണ്ടോ? 38 ദിവസത്തെ എന്റെ അധ്വാനത്തിന്റെ ബലം അത്. അതിലൊരു മൺതരി വീഴാൻ ഞാൻ സമ്മതിക്കില്ല. മതിയില്ലടി. ആ കിണർ ഉപേക്ഷിച്ചേക്ക്. ഈ ഭൂമി രക്ഷിക്കാൻ എനിക്കത് മൂടിയേ പറ്റൂ. നോക്കി നിൽക്കാൻ ഇടിച്ചു നിരത്ത്. ഇടിച്ചു പക്ഷേ ആകാശമോ ഭൂമിയോ ഈ കിണർ മൂടുന്നെങ്കിൽ വേദപുരത്തെ കണക്ക് വിശ്വസിച്ച അവസാനത്തെ കില്ലാടിയും ഈ മണ്ണിനിടയിൽ കാണണം. അമ്മേ,
മണ്ണിനും പെണ്ണിനും ഞാൻ വാക്കുകൊടുത്തു. എന്റെ വാക്കുകൾ കാത്തോളണമേ. നീ എന്താണ് ഈ കാണിച്ചത്? കയറി വാടാ, തൊട്ടി കയറടാ. കില്ലാടി കേറാനാ പറഞ്ഞത്. പടിഞ്ഞാറ് ഭാഗത്ത് നിലത്ത് വിള്ളൽ വീണു. ഇനി ഇവിടെ ആരും നിൽക്കരുത്. ഓടി രക്ഷപ്പെട്ടോണം, ഓടി രക്ഷപ്പെട്ടോണം. ദേവു, എല്ലാവരും നിർബന്ധിച്ചപ്പോ കിണർ മൂടാൻ ഗണനാഥൻ പറഞ്ഞു. പാവം കില്ലാടി കിണറിലേക്ക് ഒറ്റ ചാട്ടം. എത്ര വിളിച്ചിട്ടും കയറുന്നില്ല. ഇപ്പോ എവിടെയോ വെള്ളില് കണ്ടെന്ന് പറഞ്ഞ് ഗണനാഥൻ എല്ലാവരെയും അവിടുന്ന് മാറ്റുക. ഇവിടെ ആരും നിൽക്കാൻ സമ്മതിക്കില്ല. കില്ലാടിയുടെ വിശ്വാസം കില്ലാടി രക്ഷിക്കുമായിരിക്കും. ഇവിടെ ആരും നിൽക്കണ്ട, പോണം. ഞങ്ങൾ പിടിച്ചു മാറ്റല്ലേ. മഴച്ചാറിൽ കണക്കുന്ന ലക്ഷണം കണ്ട ജീവനോട് ഒരാൾ അതിലുണ്ടെന്ന് വിചാരിക്കില്ല. ഗ്രാമത്തിന്റെ മുഴുവൻ രക്ഷയ്ക്ക് ആ കിണർ അടിച്ച് നിരത്തി കളയും. തടസ്സം പറയരുത്. സമ്മതിച്ചു. നിങ്ങൾ അങ്ങോട്ട് ചെല്ലേ, അവിടെ പോയിരിക്കേ. നേരം വെളുക്കുക, മഴക്കാരൊക്കെ മാറി. വാ, നമുക്ക് പോയി നോക്ക്. ആരത്? അയ്യോ, ദൈവമല്ലത്. അതെ, ദേവു എപ്പോ വന്നു? ദേവു എടാ പ്രേമ, ദേവു വന്നുടാ, നിന്റെ ദേവു വന്നു. വാടാ. ദേവു, ഇന്നലെ രാത്രിയിൽ മുഴുവൻ ഞാൻ കേട്ടു. മണ്ണിനടിയിൽ വെള്ളത്തിന്റെ കുളിർത്ത ശബ്ദം ഞാൻ കേട്ടു. സത്യം, രാത്രി മുഴുവൻ മണ്ണിലെ തല ചായ്ച്ച് ഞാനത് കാത് നിറയെ കേൾക്കുകയായിരുന്നു. ആ ശബ്ദം ഓർക്കുന്നോ? ഞാൻ നേർന്നിരുന്ന ഒരു കുടം വെള്ളം അത് ഇന്ന് തരും ഞാൻ, ഇന്ന്. പക്ഷെ അത് വാങ്ങാൻ ഞാനുണ്ടാവില്ലല്ലോ. ഭ്രഷ്ടായിപ്പോയില്ലേ എനിക്ക്. എല്ലാവരും കൂടി കിണറിനടിയിൽ ഒറ്റയ്ക്കിട്ടിട്ട് പോയിന്നറിഞ്ഞപ്പോ ഞാൻ അറിയാതെ ഓടി വന്നു പോയതാ. മണ്ണിടിഞ്ഞു വീണ ഒരുമിച്ച് മരിക്കാൻ. ഇങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പ രീതികൾക്കൊന്നും എതിര് നിൽക്കണ്ട. എനിക്ക് സങ്കടമില്ല. നേരത്തോട് നേരം കൂടുമാറ്. ഈ പെൺജാതിക്ക് കുടിയടച്ച് ബലിയൂട്ടി ഭ്രഷ്ടേൽക്കാൻ ഭൂതത്തരയ്ക്ക് വഴങ്ങി കൂടെ പോരാൻ കൽപ്പന. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇങ്ങനെയൊക്കെ? അന്ന് ഞാൻ പറഞ്ഞല്ലേ, തെറ്റുകാരൻ ഞാനാ. ഒരു തെറ്റും ചേർത്ത പാവത്തിന് വെറുതെ ഇങ്ങനെ ശിക്ഷിക്കരുത്. എന്നെ വേണേലും 100 കഷ്ണങ്ങളാക്കി ആ കിണറ്റിലേക്ക് അറിഞ്ഞേക്ക്. ഒഴിഞ്ഞു മാറിയുള്ള സ്നേഹിച്ചു കൊല്ലാൻ പിടിച്ചു നിർത്തിയത് ഞാനാ. എല്ലാ തെറ്റും എന്റേതാ. ഈ ദേവയാനിക്ക് ഒരു പിഴയും പറ്റിയിട്ടില്ല. എന്താ എല്ലാവരും ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കുന്നേ? എന്തെങ്കിലുമൊക്കെ പറ. കില്ലാടി മാത്രമല്ല, ഇവിടെയുള്ള ഓരോരുത്തരും ചങ്ക് പറഞ്ഞു നിൽക്കുക.
ദേവയാനി യാത്ര പറയുന്ന ഈ നാടിന് ഇനി ഒരിക്കലും കണ്ണീര് തോരില്ല. അവളെ പിരിയാൻ മനസ്സുള്ള ഒരാൾ ഇവിടെ നിൽപ്പില്ല. കണ്ണുനീരിൽ കുളിച്ചുകൊണ്ട് മരുത്താളിന് ചെയ്തേ പറ്റൂ. തലമുറകൾ കരൾ പറിച്ചു കൊടുത്ത് പോറ്റുവരുന്ന ആചാരനിഷ്ഠകൾക്ക് നിയമങ്ങൾക്കും വേണ്ടി പറ്റിപ്പോയ തെറ്റ് തിരുത്താൻ പൂർവികമായി കൊടുത്തുപോരുന്ന ശിക്ഷയായിരുന്നു അന്ന് വിധിച്ച വിലക്ക്. അത് തെറ്റിച്ചാലുണ്ടാകുന്ന ഭവിഷ്യത്ത് ആ വിധിയിൽ ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു. പ്രകൃതിയുടെ ഇടപെടലാവാം ഇവളത് തെറ്റിച്ചു. പക്ഷേ പൂർവികമായ നിയമങ്ങൾ തെറ്റിക്കാൻ ഒരു പ്രകൃതി ശക്തിയും എനിക്ക് കൂട്ടു നിൽക്കുന്നില്ല. കൊണ്ടുപോയിക്കൊള്ളൂ. ഇല്ല. എല്ലാ കുറ്റങ്ങളുടെ ഭാരവും ചുമന്നുകൊണ്ട് ഞങ്ങളുടെ ദേവയാന യാത്രയാവുകയാണ്. അവൾ ആ ശിരസിൽ വെച്ച് ചുമക്കാൻ കൊതിച്ചത് മറ്റൊരു ഭാരമായിരുന്നു. സ്വപ്നഭൂമിയുടെ സ്വന്തം മണ്ണിൽ പറക്കുന്ന ഒരു കുടം വെള്ളം. അത് കൊടുത്തിരുന്നുവെങ്കിൽ സ്വപ്നഭൂമിക്കാർ സ്വയം മറന്നുപോയേനെ. ഒത്തിരി മാറ്റങ്ങളുമായി ഇനി ആ ഉറവ പൊട്ടി ഒഴുകുമെന്ന് യാതൊരു പ്രതീക്ഷയും എനിക്കില്ല. എനിക്കൊരു കുടം വെള്ളം വേണം വാസുണ്ണ. ഉടനെ എന്റെ ദേവേനെ അവരോട് നാട്ടിറക്കുമ്പോ എനിക്കൊരു കുടം വെള്ളം വേണം. തരികയാണെങ്കിൽ ഇപ്പൊ തരണം. ഇനി സമയമില്ല. എവിടെ എന്റെ ദേവിക്ക് കൊടുക്കാനുള്ള വെള്ളം? ഇന്നലെ എന്റെ കാതുകളിൽ കള്ളം പറയായിരുന്നു അല്ലേ? വെള്ളം എവിടെ? ചതി ചെയ്ത് ബ്രഷ് കൊണ്ട പെണ്ണൊരുത്തി നേര് പറഞ്ഞ് നെരുപ്പ് കെടുത്തി പടിയിറങ്ങുന്നേ. ആർക്കാ തെറ്റിയത്? പാതാളത്തിലെ 12 കോടി ഉറവകളുടെ കണക്ക് പറഞ്ഞ ഗുരുക്കന്മാരെ പറ, ആർക്കാ തെറ്റിയത്? ഭൂമി പൂജ ചെയ്ത് വേദം പറഞ്ഞെടുത്ത് വെട്ടിയ എനിക്ക് വെള്ളം തരാത്ത പാതാള ദേവതമാരെ മൂട്, മൂട്, ഈ മണ്ണിനകത്തിട്ട് എന്നെ മൂട്. 5 ഭൂതങ്ങൾക്കും പുലയോതി, 5 ഭൂതങ്ങൾക്കും പുലയോതി. എന്റെ ദേവി പിഴച്ചവളല്ല, ഞാൻ പിഴച്ചവളല്ല. 28 ദിക്കിനും പുലയോതി, 28 ദിക്കിനും പുലയോതി. പെരും ചതി ചെയ്ത് ബ്രട്ടുകൊണ്ട പെണ്ണൊരുത്തി, പെരും ചതി ചെയ്ത് ബ്രട്ടുകൊണ്ട പെണ്ണൊരുത്തി നേര് പറഞ്ഞ് നെരുപ്പ് കെടുത്തി പണിയിറങ്ങുന്നേ, പണിയിറങ്ങുന്നേ. വെള്ളത്തിന് നീട്ടിയ വേദപുരത്ത് അവസാനത്തെ കില്ലാടിയുടെ കൈ നിങ്ങള് തട്ടിമാറ്റിക്കളഞ്ഞല്ലോ, തട്ടിമാറ്റിക്കളഞ്ഞല്ലോ, തട്ടിമാറ്റിക്കളഞ്ഞല്ലോ.
പഞ്ചഭൂതങ്ങൾ സാക്ഷി നിൽക്കെ സ്വപ്നഭൂമിയിലെ കീഴ്നടപ്പിൻ മുറയ്ക്ക് വിലക്ക് തെറ്റിച്ച് ഗണത്തിനാകെ പെരിഞ്ചേതം വരുത്തിയ പെൺജാതി ഇവളെ ഗണത്തിന് നാഥൻ ഇനിച്ചൊല്ലും 3 പൃഷ്ഠ തകച്ച് കേൾക്കെ ഇതിനാൽ പുറത്തു തള്ളിപ്പോകാം. നിർത്താൻ നിർത്താനാ പറഞ്ഞത്. മാറിക്കണങ്ങട്. സ്വപ്നഭൂമിയില് ഞാൻ കുഴിച്ച കിണറില് പുതുവെള്ളം തൊടിച്ചു തുള്ളി പതിഞ്ഞ പെരുകണു. ചെന്ന് നോക്ക്. ഞാനിവിടെ കുത്തിയ കിണറ്റിൽ ആദ്യത്തെ കുടം വെള്ളം ആരൊക്കെ എതിർത്താലും ഈ നാടിന്റെ മഹാദേവിക്കുള്ളതാ. അത് കഴിഞ്ഞ് വേറെ ആരും അതിൽ തൊടും. സ്വന്തം ജലം കൊണ്ട് സ്വപ്നഭൂമി നനയുമ്പോ നികൃഷ്ടമായ ആചാരങ്ങളും രീതികളും ഒക്കെ അതിലൊലിച്ചു പോകുന്ന ഒളിഞ്ഞും പൊതിഞ്ഞും എന്നോട് പറഞ്ഞിട്ടില്ലേ? അത് സത്യമാണെങ്കിൽ ഈ ദേവി കരിയാത്ത മലയിലേക്ക് പോകില്ല, എന്റെ കൂടെ വേദവൃത്തിക്ക് വരും. വാ. വാസുണ്ണ, ഞങ്ങളെ വേഗം നിറക്ക്. ആരെങ്കിലും ചെല്ലാൻ സഹായിക്കാം. മാറ്റങ്ങളുടെ ഈ പുണ്യവാഹിനിയെ ഈ മണ്ണിലെത്തിച്ചത് വേദപുരത്തു നിന്നെത്തിയ ഈ ദേവകുമാരനാണ്. ഈ ദേവന്റെ പ്രാണനാണിവൾ ദേവയാനി. പുണ്യജലത്തിന്റെ പൂർണ്ണകുംഭം ശിരസിലേറ്റിയ ഇവൾ ഇനി പ്രശ്നയല്ല. മരുത്താളന്റെ പെണ്ണാദ്യമായി മറുനാട്ടിലെ പുരുഷന്റെ കൈപിടിക്കട്ടെ. ഈ പുണ്യകർമ്മം നടത്തിക്കൊടുക്കാൻ ഹൃദയപൂർവ്വം മുന്നോട്ട് വരുന്ന ആരുണ്ട് ഇവിടെ? ഞാനുണ്ട്. പാതാളങ്ങൾക്കും കാവൽ നിൽക്കും പഞ്ചഭൂതഗണങ്ങൾക്കും ചോറൂട്ട്. പാതാളങ്ങൾക്കും കാവൽ നിൽക്കും പഞ്ചഭൂതഗണങ്ങൾക്കും ചോറൂട്ട്. മാതം പുലരുമ്പം ഊരൂട്ട് സ്വപ്നഭൂമിക്കിടാത്തിക്ക് നീരാട്ട്.